5 മണിക്കൂറിനുള്ളിലാണ് അഫാൻ 5 അരുംകൊല നടത്തിയത്. സ്വന്തം വീട്ടിൽ മാതാവിനെ മർദ്ദിച്ച ശേഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബന്ധുക്കളെ കൊലപ്പെടുത്തിയത്. അവസാനം വീട്ടിലെത്തി സഹോദരന്റെയും പെൺസുഹൃത്തിന്റെയും ജീവനെടുത്തു. വെഞ്ഞാറമൂട് പേരുമലയിലെ ഈ വീട്ടിൽ വെച്ചാണ് അഫ്സാൻ തന്റെ ആദ്യത്തെ ആക്രമണം നടത്തുന്നത്. ഉച്ചയോടെ ഉമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി ആദ്യം വീട് വിട്ടിറങ്ങി. ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 1:15 പ്രതി അഫാൻ സൽമ ബീവി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് വരുന്നത്. അഫാന്റെ വാപ്പുമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് എത്തിയാണ് പ്രതി സൽമ ബീവിയെ അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത്. ഈ വീടിനോട് ചേർന്നുള്ള മറ്റ് സ്ഥലങ്ങളിൽ ബന്ധുക്കളും മക്കളുമൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും തനിച്ചായിരുന്നു ഈ ഒറ്റമുറി വീട്ടിൽ സൽമ ബീവിയുടെ താമസം. സൽമ ബേബിയെ കൊന്ന ശേഷം 20 കിലോമീറ്ററുകൾ താണ്ടി അഫാൻ എത്തിയത് യസൽപുരത്തുള്ള ഈ കാണുന്ന വീട്ടിലേക്കാണ്. 3 മണിയോടെ ഇവിടെ എത്തി പിതാവിന്റെ ജ്യേഷ്ഠനായ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും തലക്കടിച്ച് വകവരുത്തി. പിന്നാലെ അടുത്ത കൊലയ്ക്കായി പേരുമലയിലേക്ക്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പ്രതിയായിട്ടുള്ള അഫാൻ ഫർസാനയുടെ മുക്കന്നൂരിന് സമീപത്ത് ഇവിടെയുള്ള വീട്ടിലേക്ക് ബൈക്കുമായി എത്തിയത്. തുടർന്ന് ഇവിടെ നിന്നും ഇരുവരും ബൈക്കിൽ കയറി അഫാൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചായിരുന്നു ഫർസാനയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് സുഹൃത്ത് ഫർസാനയുമായി മടങ്ങിയെത്തിയ ഇയാൾ ആദ്യം ഫർസാനയെയും പിന്നീട് അനുജൻ അഫ്സാനെയും തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. ആറ് മണിക്കൂറിനിടെ 5 കൊലപാതകങ്ങൾ. കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കൊലപാതകത്തിന്റെ കാരണങ്ങളാണ് ഇനി അറിയേണ്ടത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴിയും ചികിത്സയിലുള്ള ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വഴിയും കൃത്യമായ കാരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്ന് ടീം മീഡിയ 1.